എല്ലാവർക്കും നമസ്കാരം. ഞാൻ അയ്യപ്പൻ കോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ പാദസേവകനാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളിൽ ഉൾപ്പെടുന്ന ഹോമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൃത്യുഞ്ജയ ഹോമം എന്തിനാണ് നടത്തുന്നതെന്നും ഇല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും എല്ലാവരിലേക്കും അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഹോമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഹോമമാണ് ഗണപതി ഹോമം. അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഹോമമാണ് മഹാമൃത്യുഞ്ജയ ഹോമം. ഗണപതി ഹോമം നടത്തുന്നത് സർവ്വവിധ വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതേപോലെ മൃത്യുഞ്ജയ ഹോമം ആ പേരിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ മൃത്യുദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി, മൃത്യുവിൽ നിന്നും ജയിക്കുന്നതിന് വേണ്ടിയും കൂടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു വഴിപാടാണ് മൃത്യുഞ്ജയ ഹോമം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആപത് മരണം, അകാല മരണം, രോഗപീഠകൾ ഒക്കെ പിടിപെട്ട് ദീർഘകാലം ആശുപത്രിയിൽ കിടന്ന് നരകിച്ചുള്ള മരണം, ഇല്ലെങ്കിൽ വിഷബാധ ഏറ്റുള്ള മരണം, അഗ്നിയാലുള്ള മരണം എന്നിവയിൽ നിന്നും ഒക്കെ രക്ഷിച്ച് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും നൽകുന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഭയം ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എല്ലാ ഭയങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ഭയമാണ് മരണഭയം. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്, മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നുപോ മനമെല്ലാം, മനതാരിൽ വന്നു വിളയാടിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ എന്ന കൃതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രേണ നൈവ കേവലമായുഷേ എന്നാണ് മൃത്യുഞ്ജയ ഹോമത്തിനെ പറ്റി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് മൃത്യുഞ്ജയ ഹോമം കേവലം ആയുസ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, ആദിവ്യാധിഹരവും അമൃതസമവും ജീവദായകവുമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നത്. മൃത്യുഞ്ജയ മൂർത്തിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ജുംസഹ എന്നുള്ള വിശേഷപ്പെട്ട മന്ത്രത്താലാണ് മൃത്യുഞ്ജയ മൂർത്തിയെ നമ്മൾ പൂജിക്കുന്നത്. ദുഃഖത്തെ നിശേഷം നശിപ്പിച്ച് കളയുന്നതാണല്ലോ രുദ്രൻ. രുദ്രൻ എന്ന് പറയുമ്പോൾ മഹാദേവൻ. അപ്പോൾ മഹാദേവൻ്റെ മൃത്യുഞ്ജയ രൂപത്തിലുള്ള ഭാവമാണ് നമ്മൾ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ധ്യാനം വരുന്നത് ഓം കൈലാസേ കമനീയ രത്നചരിതേ കൽഭദ്രമൂലേ സ്ഥിതം കർപ്പൂരസ്ഫടികേന്ദു സുന്ദരതനം കാർത്യായനീ സേവിതം ഗംഗാ തുംഗതരംഗരഞ്ജിത ജടാഭാരം കൃപാസാഗരം കണ്ടാലങ്കൃത ശേഷഭൂഷണമഹം മൃത്യുഞ്ജയം ഭാവേ എന്ന ധ്യാന ശ്ലോകപ്രകാരം കൈലാസത്തിൽ കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പത്മാസനത്തിലിരിക്കുന്നവരും അഭയമുദ്ര, മാൻ, ത്രിശൂലം എന്നിവയോടുകൂടിയവനും സുന്ദരമായിട്ടുള്ള ശരീരം ഉള്ളവനും പാർവതീദേവിയാൽ പരിസേവിതനും ഗംഗയുടെ ഓളങ്ങളാൽ ശോഭിക്കുന്ന ജടാഭാരത്തോടു കൂടിയവനും ഭക്തജനങ്ങളോടുള്ള കൃപയുടെ സാഗരം ആയവനും കഴുത്തിൽ വാസുകി എന്ന വിശേഷപ്പെട്ട നാഗത്തിനെ അലങ്കാരികമായിട്ട് ചൂടിയവനും ആയ മൃത്യുഞ്ജയേശ്വരനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഈ മൃത്യുഞ്ജയ മന്ത്രധ്യാനത്തിൻ്റെ അർത്ഥം. അപ്പോൾ മൃത്യുഞ്ജയത്തിന് നമ്മൾ പ്രധാനമായിട്ട് ഹോമത്തിൽ ഹോമിക്കാനായിട്ട് എടുക്കുന്ന ദ്രവ്യങ്ങൾ ചിറ്റമൃത്, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്,
നെയ്യ്, പാൽപ്പായസം എന്നിങ്ങനെയുള്ള 7 ദ്രവ്യങ്ങളാണ് നമ്മൾ ഹോമത്തിന് എടുക്കുന്നത്. അപ്പം ഈ 7 ദ്രവ്യങ്ങൾ അഗ്നിയിൽ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലി ഹോമങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ മൃത്യുദോഷങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും മാറും എന്നുള്ളത് കൊണ്ടാണ് മൃത്യുഞ്ജയ ഹോമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹോമിക്കുന്നതിനുള്ള വിശേഷപ്പെട്ട മന്ത്രം ഓം ജുംസഹ ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുക മിവബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത് എന്നുള്ള മന്ത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സമത്തുകൾ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നത്. അപ്പം ത്രംബക രുദ്രനായ മൃത്യുഞ്ജനായി സുഗന്ധപൂരിതവും പുഷ്ടിവർദ്ധകവുമായ മൃത്യുഞ്ജയ ഹോമം ഞാൻ നടത്തുന്നു. ഒരു വെള്ളരിക്ക അതിൻ്റെ ഞെട്ടിൽ നിന്നും സ്വാഭാവികമായി വേർപെടുന്നത് പോലെ എന്നെയും ജീവിതാന്ത്യത്തിൽ മോക്ഷത്തിലേക്ക് നയിക്കണമേ ഭഗവാനെ. വീണ്ടും ജനനം വീണ്ടും മരണം എന്ന ജനമൃതി ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മുക്ഷീയ മാമൃതാത് എന്നുള്ള മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യജനം ചെയ്യുന്നതിനെയാണ് യജാമഹേ എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും അർത്ഥങ്ങൾ കൊണ്ടാണ് ഈ ദ്രവ്യങ്ങൾ പള്ളി, മൊട്ട്, എള്ള്, കറുക, പാല്, പാൽപ്പായസം എന്നിങ്ങനെയുള്ള 7 ദ്രവ്യങ്ങൾ നമ്മൾ ഈ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ട് ഹോമം നടത്തുന്നത്. അപ്പോൾ മൃത്യുഞ്ജയ ഹോമത്തിനായിട്ട് എടുക്കുന്ന ദ്രവ്യങ്ങളെപ്പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. 7 ദ്രവ്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ആ ദ്രവ്യങ്ങൾ ഹോമിച്ചാലുള്ള ഫലപ്രാപ്തി എന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. ചിറ്റമൃത്, അമൃതിൻ്റെ വള്ളി 144 സമിത്താണ് നമുക്ക് വേണ്ടത്. ആ അമൃതിൻ്റെ വള്ളി ഹോമിച്ചു കഴിഞ്ഞാൽ രോഗശാന്തിയാണ് ഫലം പറയുന്നത്. അതേപോലെ തന്നെ പേരാലിൻ്റെ മൊട്ടോട് കൂടിയ പേരാലിൻ്റെ സമിത്ത്, അതും 144 കുരു നമ്മൾ ജപിച്ച് ഹോമിക്കണം. അപ്പം പേരാലിൻ്റെ മൊട്ട് ഹോമിച്ചു കഴിഞ്ഞാൽ ധന സമൃദ്ധി ഉണ്ടാവുമെന്നും, അതേപോലെ എള്ള് ഹോമിച്ചു കഴിഞ്ഞാൽ വാതപിത്തമയമായിട്ടുള്ള രോഗങ്ങൾ ശമിക്കുമെന്നും, കറുക 3 പവിത്രക്കെട്ടോടുകൂടി 3 കെട്ടി ഹോമിച്ചു കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കും, അപമൃത്യുവിൽ നിന്നും നാശമുണ്ടാകുമെന്നും ഫലം. പാല് ഹോമിച്ചു കഴിഞ്ഞാൽ കാന്തിയും ഐശ്വര്യവും ഉണ്ടാവുമെന്നും ഫലം. പശുവിൻ നെയ്യ് ഈ 144 ഒരു ഹോമിച്ചാലുള്ള ഫലം. ജീവചൈതന്യം നമുക്ക് വളരെയേറെ ഉണ്ടാവുമെന്നും, ജീവനിൽ നമുക്ക് ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ, നമുക്കൊരു ഐശ്വര്യവും കാന്തിയും ഉണ്ടാകുകയുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഹോമിക്കുന്നത്. അതേപോലെ പാല് ചേർത്ത ഹവിസ്, അതായത് പാൽപ്പായസം, മധുരമിടാത്ത പാൽപ്പായസമാണ് ഹോമിക്കുന്നത്. അപ്പം നമ്മളായിട്ട് സ്വയം വരുത്തി വെച്ചിട്ടുള്ള അനർത്ഥങ്ങളിൽ നിന്നും മോചനത്തിനും ക്ഷേമവും എല്ലാ കാര്യങ്ങളിലും ജയമുണ്ടാവുന്നതിനും വേണ്ടിയാണ് ഈ പാൽപ്പായസം നമ്മൾ ഹോമിക്കുന്നത്. അതേപോലെ ഈ അഗ്നിദേവനെ പ്രാർത്ഥിച്ച് സ്വാഹ എന്ന അഗ്നിദേവൻ്റെ പത്നിയുടെ കയ്യിൽ നമ്മൾ ഈ ദ്രവ്യങ്ങളൊക്കെ വിശേഷപ്പെട്ട മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഹോമിക്കും. അപ്പോൾ ഈ അഗ്നിയിൽ എല്ലാ ദ്രവ്യങ്ങളും ഭസ്മമായി ചാരമായി മാറും പോലെ നമ്മുടെ കുടുംബത്തിലെയും ആ ദേശത്തിലെയും എല്ലാം ദുരിതങ്ങൾ വിട്ടു മാറിപ്പോണേ, രോഗപീഠകൾ മാറിപ്പോണേ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലിയും ഹോമിക്കും. അപ്പോൾ ഇതിൻ്റെ സംവാദമായിട്ടുള്ള ഈ ഭഗവാന് കൊടുത്തതിൻ്റെ ഉള്ള നിർമാല്യം സംവാദം നമ്മളെല്ലാവരും സേവിക്കുമ്പോൾ, ആ ഹോമത്തിൽ പങ്കെടുത്ത്
ആ സംവാദം നമ്മൾ സേവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മാറാരോഗങ്ങൾ മാറുമെന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്നു. അതേപോലെ ആ ഭസ്മം കുറിയായിട്ട് അഗ്നിയിൽ ഭസ്മമായ ഈ ദ്രവ്യങ്ങളൊക്കെ ഭസ്മമായത് കുറിയായിട്ട് തൊടുന്നതും ഏറ്റവും പ്രാധാന്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പൂജയ്ക്ക്, ഈ ഹോമത്തിന് ഒരു ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു വഴിപാടിൻ്റെ മാഹാത്മ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്നെ നേരിൽ ബന്ധപ്പെടാവുന്നതാണ്. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നതുമാണ്. എല്ലാവർക്കും ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗുരുവിൻ്റെയും മഹാദേവൻ്റെയും സകല ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.